നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തൽക്കാലത്തേക്ക് വിരാമമായിരിക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. അങ്ങനെ വാർത്ത വന്നതോടെ ഒരു വിഭാഗം വ്യക്തികളും സംഘടനകളുമൊക്കെ ഒരു ഹിന്ദു ആചാരത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. പലരും ഹിന്ദു ആചാരത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ഹീനകൃത്യത്തിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ ഹിന്ദു ആചാരത്തെ തകർക്കാൻ ശ്രമിച്ചതിനെതിരെ നിയമ നടപടിയെടുക്കും എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ. ഇതിന് തടസ്സം നിന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം. നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതിൽ ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ. ഇന്ന് വൈകുന്നേരം 3:30 വീട്ടുവളപ്പിൽ സന്യാസി വര്യന്മാരുടെ കാർമ്മികത്വത്തിൽ ഗോപൻ സ്വാമിയെ മഹാസമാധി ഇരുത്തും എന്നാണ് മക്കൾ പറയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സന്യാസി വര്യന്മാരൊക്കെ നെയ്യാറ്റിൻകരയിലേക്ക് വരുന്നു എന്നാണ് വാർത്തകൾ. അതൊന്നും നിഷേധിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുത്തിരിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ ബന്ധുക്കൾക്ക്. നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ അത് സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ആഘോഷത്തോടുകൂടി സമാധി ഇരുത്തൽ സംഭവിക്കും. സമാധി വിവാദമുണ്ടായപ്പോൾ സോഷ്യൽ മീഡിയ ഏതാണ്ട് ഒരേ സ്വരത്തിൽ തന്നെ കല്ലറ പൊളിക്കണം, അതിൻ്റെ മരണകാരണം കണ്ടെത്തണം എന്ന നിലപാടായിരുന്നു. അതിന് ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ മതം കലർത്താൻ ശ്രമിച്ചത് ഗോപൻ സ്വാമിയുടെ ഒരു മകനും ഒപ്പം ചില മാധ്യമങ്ങളുമാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചില ഹിന്ദു സംഘടനകൾ അവരെ സഹായിക്കാൻ എത്തിയെങ്കിലും അവർ അമിതമായി വർഗീയത ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ചില പരാമർശങ്ങളെ അവർ നിഷേധിക്കുകയും ചെയ്തു. പരാതിപ്പെട്ടതൊരു വിശ്വംഭരനാണ്, അതിലൊരു മുസ്ലിം ഇടപെടലുമില്ല എന്ന് മാധ്യമങ്ങൾ വ്യക്തമായി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇതൊരു വർഗീയ വിഷയമാക്കി മാറ്റാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ശ്രമത്തെ സർക്കാരും പോലീസും മാധ്യമങ്ങളും പൊതുസമൂഹവും, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലെ അയൽക്കാരായ പൊതുസമൂഹവും ഒരുമിച്ച് ചേർന്നാണ് ഇല്ലാതാക്കി. എന്നാൽ ഇപ്പോൾ ദുരൂഹതയൊന്നുമില്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ചിലരെങ്കിലും അതിൽ അല്പം വർഗീയതയും സമുദായവും ഒക്കെ കലർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിന് കുടപിടിക്കുന്ന സമീപനമാണ് റിപ്പോർട്ടർ ചാനൽ എടുത്തത്. റിപ്പോർട്ടർ ചാനലിൻ്റെ കുപ്രസിദ്ധനായ മാധ്യമപ്രവർത്തകൻ TV പ്രസാദ്, ഒരു നിരപരാധിയായ പോലീസ് ഓഫീസറെ മുതലാളിമാർക്ക് വേണ്ടി കള്ളക്കേസിൽ, പീഡനക്കേസിൽ പെടുത്താൻ എക്സ്ക്ലൂസീവ് വാർത്തയുണ്ടാക്കിയ കുപ്രസിദ്ധനായ മാധ്യമപ്രവർത്തകൻ TV പ്രസാദിൻ്റെ ഒരു റിപ്പോർട്ട് ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ചില ഹിന്ദു മുസ്ലിം സംഘടനകൾ വർഗീയത കലർത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സമുദായ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തത്. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ഒരു മുസ്ലിം നേതാവോ ഈ വിഷയത്തിൽ ഇടപെട്ടതായി നമ്മളാരും അറിഞ്ഞില്ല. ഒരു അഭിപ്രായവും ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല. അത് അവരുടെ വിഷയമേ അല്ല. അവർ മാറി നിൽക്കുകയായിരുന്നു. അവിടെ നാട്ടുകാരാണ് പ്രശ്നമുണ്ടാക്കിയത്. മുസ്ലിം എന്ന പേരുപയോഗിച്ചുകൊണ്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചത് ഗോപൻ സ്വാമിയുടെ മക്കളാണ്. സകലരും ഒരുമിച്ച് നിന്ന് ആ ഗൂഢാലോചന സിദ്ധാന്തം തകർക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദുരൂഹതയൊന്നുമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് ചിലരൊക്കെ അതിൽ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ ദുരൂഹതയുണ്ടോ ഇല്ലയോ എന്ന് ഇനിയും തീർത്തു പറയാൻ സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ കണ്ടെത്തിയ പ്രാഥമിക സൂചനകളിലാണ് ശരീരത്തിൽ വലിയ മുറിവോ ക്ഷതമോ ഒന്നും ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൂചനയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ മരിച്ചു എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കൊലപാതകമല്ല എന്നത് സ്ഥിരീകരിക്കുമ്പോഴും മരണം എങ്ങനെ സംഭവിച്ചു എന്നത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത് ഇത്രയും വലിയൊരു വിവാദമാക്കി മാറ്റാൻ കാരണം മക്കൾ പറഞ്ഞ ചില കള്ളക്കഥകളാണ്. അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഗോപൻ സ്വാമി നടന്നുപോയി സമാധി സ്വീകരിച്ചു എന്ന് പറഞ്ഞതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ആ കാരണത്തിൻ്റെ ഒടുവിൽ രാജ്യത്തെ സിവിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിൽ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അത് ആവശ്യമായിരുന്നു. അതേസമയം മരണം സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാധിയിരിക്കാൻ പോകുന്നു, സമാധിയിലൂടെ മരണം സ്വീകരിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ, അതിന് ചുമതലപ്പെട്ടവരെ, സന്യാസി വര്യന്മാർ അടക്കം ഉത്തരവാദിത്തപ്പെട്ടവരെ വിവരം അറിയിച്ചിരുന്നെങ്കിൽ വിവാദമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. രാവിലെ 10:30 നടന്നുപോയി മരണം വരിച്ചു എന്ന് പറയുകയും അന്ന് മുഴുവൻ അത് മറച്ചു വയ്ക്കുകയും അന്ന് രാത്രി മുഴുവൻ അതിൻ്റെ നടപടിക്രമങ്ങളുമായി പിന്നോട്ട് പോവുകയും പിറ്റേ ദിവസം മാത്രം ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി
സമാധി അടഞ്ഞു എന്ന് പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും നാട്ടുകാർക്ക് സംശയമുണ്ട്. ആ സംശയമാണ് ഇവിടെ വരെ എത്തിയത്. അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പൂർണ്ണമായും അഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു വിശ്വാസം മാത്രമാണ്. അങ്ങനെയൊന്നുമില്ല. തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിട്ട് സമാധി എന്ന് അവകാശപ്പെട്ടു എന്ന തരത്തിലുള്ള ആരോപണം മാത്രമാണ് വ്യാജമെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യനെ ഇരിക്കാവുന്നത്ര ഇടം മാത്രമാണ് ആ സമാധിയിൽ ഉണ്ടായിരുന്നത്. തലയിൽ മുട്ടാതെയായിരുന്നു മുകളിലെ ശില സ്ഥാപിച്ചിരുന്നത്. ചമ്രം പടിഞ്ഞായിരുന്നു ഇരുന്നത്. ഈ സമാധി മണ്ഡപത്തിൽ നിറയെ സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരം, ഭസ്മമൊക്കെ നിറച്ചിരുന്നു. കഴുത്തറ്റം വരെ ഭസ്മം നിറച്ചിരുന്നു. അതുകൊണ്ടാവാം ഒരു പക്ഷേ മൃതദേഹം അഴുകാതിരുന്നത്. മാത്രമല്ല, അതൊരു മണ്ണിൻ്റെ അംശവും ജലാംശവും ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സുരക്ഷിതമായി മരണം സംഭവിച്ചപ്പോൾ തന്നെ, മരിക്കുന്നതിന് മുൻപ് എന്തുമാവട്ടെ, വളരെ സുരക്ഷിതമായി തന്നെ അവിടെ സമാധിയിരുത്തുകയായിരുന്നു. അതുകൊണ്ട് മൃതദേഹം കാര്യമായി അഴുകിയില്ല. പക്ഷേ മൃതദേഹം അഴുകിയേയില്ല, അത്ഭുതം എന്ന തരത്തിലൊക്കെ വാർത്ത വരുന്നത് തെറ്റാണ്. മൃതദേഹം ചീർത്തിരുന്നു, ചിലയിടങ്ങളിൽ അഴുകി തുടങ്ങിയിരുന്നു, ദുർഗന്ധമുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഒരാഴ്ച മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു മൃതദേഹത്തിനുണ്ടാവുന്ന തരത്തിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അഴുകലോ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നീട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. എന്നാൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. തലയുടെ ഭാഗത്ത് ഒരു കരിവാളിപ്പ് ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കരിവാളിപ്പ് എങ്ങനെ സംഭവിച്ചു എന്നത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കരിവാളിപ്പിൻ്റെ കാരണം അന്വേഷിക്കണം. അതേതെങ്കിലും ക്ഷതമേറ്റത് കൊണ്ടാണോ എന്ന് അന്വേഷിക്കരുത്. മാത്രമല്ല, ഭസ്മം ശ്വാസകോശത്തിൽ കലർന്നിരുന്നു എന്ന് പറയുന്നു. അത് മരണത്തിന് മുമ്പാണ് ഈ ഭസ്മവും മറ്റും വാരി തേച്ചപ്പോൾ അത് ശ്വാസകോശത്തിലേക്ക് പോയതാണോ, അത് മരണത്തിന് മുമ്പാണോ മരണത്തിന് ശേഷമാണോ സംഭവിച്ചത് തുടങ്ങിയവയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ വിശദാംശങ്ങൾ തുടർ പരിശോധനയിൽ മാത്രമേ സാധിക്കൂ. അതുപോലെ തന്നെ മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. മരണകാരണം വിഷമുള്ളിൽ ചെന്നാണോ എന്നതടക്കമുള്ളവ പരിശോധിക്കേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിഷമുള്ളിൽ ചെന്നാണോ എന്ന് കണ്ടെത്താൻ കഴിയൂ. അത്തരം പരിശോധനകളൊക്കെ പൂർത്തിയാവാൻ ഇനിയും സമയമെടുക്കും. മാത്രമല്ല, പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ദുരൂഹത നീക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പോലീസ് നമ്മളാരും കരുതുന്ന രീതിയിലാവില്ല അതിനെ സമീപിക്കുന്നത്. വളരെ ജാഗ്രതയോടെയായിരിക്കും പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം സ്വാഭാവികമെന്ന സന്ദേശം പോലീസ് കൊടുക്കുമ്പോഴും ഒരുപക്ഷെ മക്കളെയും ഭാര്യയും ഒക്കെ നിരീക്ഷണം നടത്തുകയാവാം. അവർ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, അവരെന്തെല്ലാം നീക്കങ്ങൾ നടത്തുന്നുണ്ട്, അവരാരോടൊക്കെ സംസാരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഒരുപക്ഷെ പരിശോധിക്കുന്നുണ്ടാവാം. കാരണം ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടവർ അവർക്ക് വേണ്ടപ്പെട്ടവരോട് കൺസൾട്ട് ചെയ്യുന്ന രീതിയുണ്ട്. പലപ്പോഴും പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരീക്ഷണമാണ്. അത്തരം നിരീക്ഷണങ്ങൾ പോലീസ് തുടരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്തരികാവയവങ്ങളുടെ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരേണ്ടതുണ്ട്. കൂടുതൽ വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമേ മരണകാരണം കണ്ടെത്തുകയുള്ളൂ. മരണകാരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഇവിടെയെങ്ങും അവസാനിക്കില്ല, തുടർ അന്വേഷണത്തിലേക്ക് പോയെന്ന് വരാം. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ദുരൂഹതയൊന്നുമില്ലെങ്കിൽ തീർച്ചയായും ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങിയതിൽ സ്വാഭാവികമായും ബന്ധുക്കൾക്ക്, മക്കൾക്ക് ആശ്വസിക്കാവുന്നതാണ്. ഗോപൻ സ്വാമിയുടെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന മനുഷ്യർ ഗോപൻ സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി വരട്ടെ. അവർ ആ ക്ഷേത്രത്തിൽ ഗോപൻ സ്വാമിയെ വണങ്ങാനെത്തട്ടെ. ആർക്കും എതിർപ്പുള്ള കാര്യമല്ല. പക്ഷെ ദുരൂഹത നീക്കേണ്ടതുണ്ടായിരുന്നു, നീക്കിയിരിക്കുന്നു. ആ ദുരൂഹത നീക്കിയ പശ്ചാത്തലത്തിൽ ഇതൊരു വാർത്തയായതിൻ്റെ പേരിൽ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുസമൂഹത്തിന് ചില പൊതു നിയമങ്ങളുണ്ട്, അത് നടപ്പിലാക്കി മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ.